സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. മസ്ജിദിൽ നിസ്കരിക്കേണ്ടവർ പള്ളിയിൽ നിസ്കരിക്കാൻ അനുവദിച്ചാൽ എന്തു സംഭവിക്കും? ഒ അബ്ദുള്ള എന്ന വളരെ മുതിർന്ന മതബദ്ധ മാധ്യമ പ്രവർത്തകൻ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യം അത് ഗ്രഹിക്കാം. ചെമ്പൻതൊട്ടി പള്ളിയിലും കോൺവെന്റിലും ഉണ്ടായ നിസ്കാര വിവാദമാണ് പശ്ചാത്തലം. പള്ളിയിൽ നിസ്കരിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. അതിന് സൗകര്യം ചോദിച്ചവർ ചെയ്തതിൽ തെറ്റുമില്ല. അവരെ അതിന് അനുവദിക്കേണ്ടതുമാണ് എന്ന ഭാവത്തിലാണ് ഒ അബ്ദുള്ള ഒരു ചാനലിൽ തന്റെ പക്ഷം അവതരിപ്പിച്ചത്. വിവാദമുണ്ടാക്കിയവരെ ന്യായീകരിച്ചപ്പോൾ നിസ്കാരം അനുവദിച്ചാലുള്ള ഭവിഷ്യത്ത് താൻ ഉദ്ദേശിക്കാത്ത വിധം അദ്ദേഹം തന്നെ പറഞ്ഞുപോയി. മുസ്ലിം സമൂഹം മഹനീയ മര്യാദ കാട്ടുമെന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ഉദാഹരിച്ചത് ഇവിടുത്തെയോ ഇപ്പോഴത്തെയോ കാര്യമല്ല, അന്ന് പാലസ്തീനായിൽ സംഭവിച്ചത്. ജെറുസലേം പിടിച്ചെടുത്ത് യഹൂദ ക്രൈസ്തവ സമൂഹത്തെ കീഴടക്കിയ ഖലീഫ ഉമർ പറഞ്ഞ മര്യാദ വാക്കുകൾ. തങ്ങളുടെ പള്ളിയിൽ നിസ്കരിക്കാൻ ഖലീഫയെ അവിടുത്തെ ബിഷപ്പ് ക്ഷണിച്ചപ്പോൾ മര്യാദപൂർവം നിരസിച്ച് പള്ളിക്ക് പുറത്തൊരിടത്ത് ഖലീഫ നിസ്കാരം നടത്തി. ഖലീഫ ഉമർ കാട്ടിയ മഹാമനസ്കതയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉദാഹരണം. അദ്ദേഹം ഉദ്ദേശിച്ച പള്ളി ജെറുസലത്തെ തിരുകല്ലറയുടെ അഥവാ തിരുവുത്ഥാനത്തിന്റെ പള്ളിയും അദ്ദേഹം പരാമർശിച്ച ബിഷപ്പ് സോഫ്രാനീസ് പാത്രീർക്കിസുമാണ്. ഖലീഫ ഉമർ ചെയ്തതാണ് മുസ്ലിങ്ങളുടെ മഹത്തായ പാരമ്പര്യമെന്നും അബ്ദുള്ള അവകാശപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഖലീഫ പിന്തിരിഞ്ഞത്? അതിന്റെ കാരണം കൂടി അബ്ദുള്ള അദ്ദേഹം പറഞ്ഞിരുന്നു. താൻ അവിടെ നമസ്കരിച്ചാൽ അത് ഖലീഫ ഉമർ നിസ്കരിച്ച ഇടമാണെന്ന അവകാശം പറഞ്ഞ് പിന്നീട് മുസ്ലിങ്ങൾ വരും. അത് ഉണ്ടാകാതിരിക്കാനാണ് ഖലീഫ നിസ്കാരം പുറത്താക്കിയത് എന്ന്. അപ്പോൾ അതാണ് ഖലീഫ ഉമറിന്റെ മര്യാദയ്ക്ക് പിന്നിലെ പൊരുൾ. തനിക്ക് നിസ്കരിക്കാൻ ഔദാര്യപൂർവം അനുവദിക്കപ്പെട്ട ഇടം പിടിച്ചെടുക്കുവാൻ അവകാശം പറഞ്ഞ് മുസ്ലിങ്ങൾ വരുമെന്ന് ഉമറിനെ നന്നായി അറിയാമായിരുന്നു. അവരുടെ മട്ടും ഭാവവും രീതികളും അദ്ദേഹത്തെക്കാൾ കൂടുതലായി അറിയുന്നവരല്ലല്ലോ ഇന്ന് ഇവിടെയുള്ളവർ. അതാണ് അബ്ദുള്ള പറഞ്ഞതിന്റെ അദ്ദേഹം ഉദ്ദേശിക്കാത്ത യഥാർത്ഥ പൊരുൾ, സെൽഫ് ഗോൾ. നിസ്കാരത്തിന് കിട്ടുന്ന ഇടം അവകാശമാക്കുന്ന അറബ് മുസ്ലിം പ്രവണത മുൻകൂട്ടി കാണാൻ മതാധിപതിയെങ്കിലും രാഷ്ട്രീയ അധികാരി എന്ന നിലയിൽ ഖലീഫ ഉമർ തയ്യാറായി. അദ്ദേഹം സൂചിപ്പിച്ചത് അവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ മഹാമനസ്കതയല്ല, അധിനിവേശ ഭാവത്തോടെ വരുമെന്ന വിപത്താണ്. ഓ അബ്ദുള്ളയെ, ഖലീഫ ഉമർ പറഞ്ഞ അതേ കാരണത്താലാണ് ഇന്ന് പള്ളിയിൽ നിസ്കാരം അനുവദിക്കാൻ വൈദികർ മടിക്കുന്നത്. അല്ല, ക്രൈസ്തവർ ഭയക്കുക തന്നെ ചെയ്യുന്നത്. അന്നത്തെ ഭാവത്തോടെ ഇന്നും ചിലർ വന്നേക്കാമെന്ന സംശയം വെറുതെയല്ല. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ നിസ്കാര വിവാദത്തിന്റെ പുത്തൻ ആവർത്തനം പോലെയാണ് ചെമ്പൻതൊട്ടിയിലും സംഭവിച്ചത്. സംഭവത്തിന്റെ ഗൗരവം ചോർത്താൻ ആദ്യം തന്നെ ഒ അബ്ദുള്ള പറഞ്ഞത് കുട്ടികളാണ് നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അവരെന്തുകൊണ്ടത് ആവശ്യപ്പെട്ടു എന്ന് അവരോട് ചോദിക്കണമെന്ന്. അവർക്ക് പോകാൻ സ്വാഭാവികമായും കൂടുതൽ കംഫർട്ട് തോന്നുന്ന സ്വന്തം മസ്ജിദ് അകലെയല്ലാതെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കത്തോലിക്ക പള്ളിയിലോ കോൺവെന്റിലോ നിസ്കരിക്കണമെന്ന് നിർബന്ധം പിടിച്ചത്. മൂവാറ്റുപുഴ കോളേജിൽ നിസ്കാര വിവാദം ഉണ്ടാക്കിയതും വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിൽ പ്രൊഫസർ ജോസഫിന്റെ കൈ വെട്ടിയവരിലേക്ക് മതവൈകാരികതയുടെ ചോദ്യക്കടലാസിലെ വിവരം എത്തിച്ചതും കുട്ടികൾ അഥവാ പെൺകുട്ടികളായിരുന്നു എന്നതും ആ ഓർമ്മയിൽ എങ്ങുമില്ല. സമകാലിക സംഭവങ്ങളെ കുറിച്ച് ഓർമ്മയില്ലാത്ത ഒ അബ്ദുള്ള മറവിയില്ലാതെ 14 നൂറ്റാണ്ട് മുമ്പ് വിദേശ നാട്ടിൽ സംഭവിച്ചത് വിവരിച്ചു. ഹൂറികളിൽ വിശ്വാസമുണ്ടെന്നും തനിക്ക് ഹൂറികളെ കിട്ടുമെന്നും യേശു ക്രിസ്തു കൊണ്ടുവന്നത് ഇസ്ലാം മതമാണെന്നും മറ്റുമുള്ള വാക്കുകൾക്കൊപ്പം ഒ അബ്ദുള്ളയുടെ ഈ വാക്കുകളെ കണക്കാക്കരുത്. കാരണം ഈ വാക്കുകളിൽ
മതഗണത്തെ സംബന്ധിച്ച പൊരുളുണ്ട്. വല്ലവർക്കും ഉടമസ്ഥതയുള്ള മണ്ണിൽ കുനിഞ്ഞിരിക്കാനും നിസ്കാരം നടത്താനും ഹറാം തടസ്സമില്ല. അതേ ആളുകളുടെ വ്യാപാരത്തിനും ഉൽപ്പന്നങ്ങൾക്കും വിലക്കിടാൻ ഹറാമിന്റെ വകുപ്പുകളും ഉപവകുപ്പുകളും, അതൊക്കെ അവരുടെ തനതു കാര്യം. അത്തരത്തിലുള്ള ഹറാം ആചരണവും ഭയവും ക്രൈസ്തവർക്കില്ല. പള്ളിയിൽ സാധാരണ വിശ്വാസിക്ക് പ്രവേശമുള്ള ഇടത്ത് ആര് വന്ന് വ്യക്തിപരമായി പ്രാർത്ഥിച്ചാലും ക്രൈസ്തവർക്ക് വിശ്വാസ പ്രതിസന്ധി ഒന്നുമില്ല. കാരണം യേശു ക്രിസ്തുവിനെ മലിനപ്പെടുത്തുവാൻ ഒന്നിനും ആർക്കും ഒരിക്കലും കഴിയില്ല. കഴുകുമ്പോൾ സ്വയം മലിനമാകുന്ന ജലമല്ല ക്രൈസ്തവികത. മാലിന്യം തീണ്ടാതെ മാലിന്യത്തെ എരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ തീജ്വാലയാണത്. അതുകൊണ്ട് പള്ളി അശുദ്ധമാകുമെന്ന ഭയമില്ല. വിശ്വാസത്തിന് നിരക്കാത്ത അനുഷ്ഠാനങ്ങൾക്ക് വേദിയാക്കാൻ അനുവദിക്കില്ല എന്നു മാത്രം എന്നു കരുതി അധിനിവേശ ഭാവക്കാരെ സംശയിക്കാതെ വയ്യ. അതുകൊണ്ട് നിസ്കാരകാര്യം ഒട്ടും നിസ്സാരമല്ല. മുമ്പൊന്നും ഉയർന്നിട്ടില്ലാത്ത ആവശ്യം, ഒരു പക്ഷേ അനുവദിക്കാൻ മുമ്പൊന്നും കേരളത്തിൽ ആരും ഭയപ്പെടുകയും ചെയ്യാത്ത കാര്യം. പഴയ അവസ്ഥയല്ല ഇന്ന് നാട്ടിലേതും. ഖലീഫ സൂചിപ്പിച്ച തരം ആളുകൾ ഇവിടെയും വിശ്വാസികൾ വഴിതെറ്റിക്കുന്നു. മതമേൽക്കോയ്മയോ ഭാവം പരക്കെ പടർത്തുന്നു. നിസ്കാര ഡിമാൻഡ് നിർദോഷകരമെന്ന് അബ്ദുള്ള പറഞ്ഞാലുടൻ വിശ്വസിക്കാവുന്ന സാഹചര്യമല്ലല്ലോ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് താങ്കളുടെ വാക്കുകളല്ല, സ്വഗണത്തെ നന്നായി അറിഞ്ഞ ഖലീഫ ഉമറിന്റെ വാക്കുകളാണ് ക്രൈസ്തവർക്ക് പാഠമെന്ന് അബ്ദുള്ളയോടും അദ്ദേഹത്തെ കേട്ടവരോടും പറയാനുള്ളൂ. തൽക്കാലം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നേതാക്കൾക്കും മുന്നണികൾക്കും ശ്വാസം വിടാം. പക്ഷെ ആരു തമ്മിൽ ധാരണ ഉണ്ടാക്കിയാലും മുനമ്പം ഒറ്റപ്പെട്ട പ്രശ്നമല്ല. ചുവടുകരിക്കാതെ ചപ്പുവെട്ടിയാൽ തീരുന്ന പ്രതിസന്ധിയുമല്ല. ആളെ കുരുക്കാൻ പാകത്തിൽ വഖഫ് നിയമം സങ്കീർണമാക്കി പലവട്ടം ചുട്ടെടുത്ത മുൻ സർക്കാരുകളുടെ ചതി നീക്കിയെടുക്കാതെ പ്രതിസന്ധി അവസാനിക്കില്ല. ഒരിടത്ത് അമർന്നാലും മറ്റൊരിടത്ത് മുളയ്ക്കും. ആധാരത്തിലില്ലാത്ത അദൃശ്യ ഉടമസ്ഥൻ, അശരീരിയായ വാങ്മയ അവകാശി. ആ അവകാശി എപ്പോൾ പ്രത്യക്ഷപ്പെടുമെന്ന് ആർക്കും പറഞ്ഞുകൂടാ. ബോധിക്കുമ്പോൾ വരും, കുഴിയാനയെ പോലെ ഇരയെ വലിച്ചിടാൻ. പക്ഷേ എപ്പോൾ പറഞ്ഞാലും അവകാശം സാധു. തീരുമാനത്തിന് അപ്പീലില്ല, കോടതിയിൽ പോകാം. സ്വന്തം വസ്തുവിൽ നിന്ന് ഇറക്കി വിടപ്പെട്ട അവസ്ഥയിൽ അവിടെ കാല് കുത്തിക്കൊണ്ടല്ല. കേസിന്റെ അന്ത്യവും തീർപ്പും എങ്ങനെയാകുമെന്ന് യാതൊരു നിശ്ചയവുമില്ലാത്ത സംയുക്ത അവസ്ഥ. പരമാധികാര ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ഈ ജനവിരുദ്ധ സാഹചര്യങ്ങൾക്കെല്ലാം കൂടിയുള്ള പേരാണ് ഇന്ത്യയിലെ വഖഫ് അവകാശം. മുസ്ലിം വ്യക്തിക്കല്ല, വഖഫ് എന്ന സ്വരൂപത്തിന് മാത്രമുള്ള അവകാശം. ഇത് മുൻ കേന്ദ്ര സർക്കാരുകളും വൻകിടക്കാരും ചേർന്നുള്ള കൗശലത്തിന്റെ ഭാഗമെന്ന ആക്ഷേപം എങ്ങനെ തള്ളിക്കളയും? ആക്ഷേപം ഇതാണ്: ഭൂപരിഷ്കരണ ഭൂപരിധി നിയന്ത്രണ നിയമങ്ങളിൽ നിന്ന് സ്വന്തം സ്വത്ത് സംരക്ഷിക്കാൻ അതിസമ്പന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി മുൻ ഭരണാധികാരികൾ ചെയ്തു കൊടുത്ത സഹായമാണത്രേ വഖഫ് നിയമവ്യവസ്ഥകൾ. സമ്പന്ന മുസ്ലിങ്ങളുടെ സ്വത്ത് കടലാസിൽ വഖഫിന്, അത് കൈപ്പറ്റി സ്വത്ത് കൈയേറ്റം കാര്യനിർവഹണം നടത്താൻ അവരെ കവിഞ്ഞ് സമുദായത്തിൽ സ്വതന്ത്രമായ ഒരു അധികാരിയുമില്ല. വഖഫ് ബോർഡ് വമ്പന്മാരുടെ നിയന്ത്രണത്തിൽ. ഫലം ഭൂനിയമപ്രകാരം സർക്കാർ ഏറ്റെടുക്കാൻ ഇടയാകാതെ സ്വത്ത് മുഴുവൻ മുസ്ലിം ജന്മികൾ തന്നെ അനുഭവിച്ചു പോന്നു. ചത്ത രേഖയായി വഖഫിന്റെ അവകാശം തുടരും. രേഖ തന്നെ വേണമെന്ന് ആർക്കു നിർബന്ധം? 3 തവണ വാക്കാൽ പറഞ്ഞാൽ ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന അങ്ങേയറ്റം അന്യായമായ സമുദായ സമ്പ്രദായവും ബഹുഭാര്യത്വവും പവിത്ര മതനിയമങ്ങളാണെന്ന് ന്യായീകരിച്ച് ഒരു കൂട്ടർക്ക് മാത്രം അനുവദിച്ച സർക്കാരിന്റെയും നിയമനിർമ്മാതാക്കളുടെയും നാടാണിത്. ഇതേ നാട്ടിൽ
വഖഫ് ആണെന്ന വാക്കു മാത്രം നൽകി ഭൂവുടമകൾക്ക് നിയമത്തെ കബളിപ്പിക്കാൻ അവസരം നൽകി എന്നത് അത്ര അവിശ്വസനീയമാണോ? വേലി വഖഫിനും സ്വത്ത് മുസ്ലിം ജന്മിക്കും എന്നായതുകൊണ്ട് ഏത് പാവപ്പെട്ട മുസ്ലിമിനാണ് പ്രയോജനം? ഏത് പാവപ്പെട്ട മുസ്ലിമാണ് ഈ അന്യായത്തെ ചോദ്യം ചെയ്യാൻ എന്നെങ്കിലും തയ്യാറായിട്ടുള്ളത്? ആരാണ് ഇനി എന്നെങ്കിലും തയ്യാറാകുക? രാജ്യത്തെ ഏറ്റവും വലിയ സർക്കാർ ഇതര ഭൂ ഉടമ വഖഫ് ബോർഡ് ആയിട്ടും മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് കമ്മീഷനുകൾക്ക് വിലപിക്കേണ്ടി വരുന്നത് വഖഫ് വ്യവസ്ഥയുടെ കൂടി വിജയം കൊണ്ടാണല്ലോ. ഇസ്ലാം വിശ്വാസിയുടെ സ്വത്ത് മതസമൂഹത്തിന്റെ നന്മയ്ക്കായി മാത്രം ഉപയോഗിക്കത്തക്ക വിധം ദൈവത്തിന് സമർപ്പിക്കുന്ന വഖഫ് സമ്പ്രദായം അതിന്റെ അധികാരാവകാശ പരിധിക്കുള്ളിൽ നല്ല കാര്യം. പരലോക പ്രാപ്തിക്കുള്ള മാർഗമായി കാണുന്നവർക്ക് അത് പവിത്രവും വിലപ്പെട്ടതുമാണ്. പക്ഷേ വഖഫ് ദാനം നേരായ വഴിക്ക് ആധാരത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ, വ്യവസ്ഥകൾ ലളിതവും വ്യക്തവുമായിരുന്നെങ്കിൽ മുനമ്പം പോലുള്ള പ്രശ്നങ്ങൾ ഒരിടത്തും ഉണ്ടാകുമായിരുന്നോ? വഖഫ് ചെയ്യാൻ അർഹതയും അവകാശമുള്ളയാൾ വഖഫായി നൽകിയെന്ന കാര്യം ആധാരത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി മാത്രം കൈമാറുന്നെങ്കിൽ പിന്നെ എവിടെയാണ് തർക്കത്തിന് വക? പിന്നെ എങ്ങനെയാണ് അന്യായമായ കൈമാറ്റം നടക്കുക? അപ്പോൾ അതല്ല കാര്യം. തട്ടിപ്പുകാരെ സഹായിക്കാൻ വാക്കാൽ വഖഫ്, കടലാസ് വഖഫ് എന്നിങ്ങനെയുള്ള സമ്പ്രദായങ്ങൾക്ക് സർക്കാരുകൾ അവസരം നൽകിയതാണ് ഗുരുതരമായ പിഴ. അതുകൊണ്ടാണ് ആളെ കബളിപ്പിച്ച് വസ്തുക്കൾ വിൽക്കാമെന്നും പിന്നീട് എപ്പോഴെങ്കിലും വഖഫിന് പല്ല് മുളച്ചാൽ പണം നൽകി വാങ്ങിയവരെ ഇറക്കി വിടാമെന്നും ഒക്കെ വന്നത്. വഖഫ് നൽകിയ എല്ലാവരും അങ്ങനെയാണെന്ന് പറയരുത്. സമുദായത്തിന് വേണ്ടിയും പൊതുസമൂഹത്തിന് വേണ്ടിയും സമ്പത്ത് നൽകിയ മനുഷ്യ സ്നേഹികളും ദൈവസ്നേഹികളുമായ മുസ്ലിം സമ്പന്നർ ഇപ്പോഴുമുണ്ട്. പക്ഷെ അവരുടെ ദാനവും മുൻ പറഞ്ഞവരുടെ നിയമകൗശല നിമിത്തം ലക്ഷ്യം കാണാതെ പോയിട്ടുണ്ട്. ഒടുവിൽ കേടു തീർക്കാൻ വഖഫ് ബോർഡ് കണ്ണടച്ച് എഴുന്നേൽക്കുമ്പോൾ കുടുങ്ങുന്നത് ചതി അറിയാതെ വിലയ്ക്ക് വാങ്ങിയവർ. വഖഫ് ട്രൈബ്യൂണലിന്റെ വിധിയിൽ അവകാശം നഷ്ടപ്പെട്ട് പുനഃപരിശോധന ഹർജിയും റിട്ട് ഹർജിയും ഒക്കെയായി കോടതിയിലും കേസിലും ജീവിതം പോക്കാൻ വിധിക്കപ്പെടുന്നത് മതിയായ പരിഹാര വ്യവസ്ഥയല്ല. വഖഫ് നിയമം മാറ്റി എഴുതാതെ ശാശ്വത പരിഹാരമില്ല എന്നത് ഉറച്ച വസ്തുതയാണ്. അതിനുള്ള നീക്കത്തെ കൈകോർത്ത് എതിർത്ത LDFും UDFും ഈ അന്യായത്തെ പിന്തുണയ്ക്കുന്നവരാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഇപ്പോഴത്തെ മന്ദതാളം മനസ്സിലാക്കാം. പാർലമെന്റിലെ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നം. പക്ഷെ തനിച്ചു ഭൂരിപക്ഷം ഉണ്ടായിട്ടും കഴിഞ്ഞ ഭരണകാലത്ത് മോദി സർക്കാർ എന്തുകൊണ്ട് ഈ ഭേദഗതി ബിൽ കൊണ്ടുവന്നില്ല? അവിടെയും സംശയം ബാക്കി. പ്രശ്നം പരമാവധി കാലം സജീവമാക്കി രാഷ്ട്രീയ നേട്ടം നീട്ടിക്കൊണ്ടു പോകുക മാത്രമാണോ ഉദ്ദേശം? അതിനായി എലിയും പൂച്ചയും കളി പ്രോത്സാഹിപ്പിക്കുന്നത് രാജ്യത്തെമ്പാടുമുള്ള പാവപ്പെട്ട വഖഫ് ഇരകളോടുള്ള കാഠിന്യം തന്നെയാണ്. അവരുടെ ജീവിതങ്ങളാണ് വാൾമുനയിൽ നിൽക്കുന്നത്. ആരെ വിശ്വസിക്കുമെന്ന അവസ്ഥയിലേക്ക് അവരെ കേന്ദ്ര സർക്കാരും തള്ളരുത്. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം